ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രണ്ടുപേര് ഓടി വന്നുകൊണ്ട് ഫയർഫോഴ്സ് വരുന്നുണ്ട്, അവർക്ക് വഴി മാറണമെന്ന് പറഞ്ഞത്. അതിന് ശേഷം എന്താ സംഭവം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ കിണറ്റിൽ വീണിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി സൈഡാക്കിയിട്ട് ഞാൻ അവരെ അടുത്ത് ഇറങ്ങി ഓടുക ചെന്ന് നോക്കുമ്പോൾ അവർ കിണറ്റിൽ ഒരു തൂങ്ങി ഒരു നൂലിൻ്റെ ഇതിൽ തൂങ്ങിക്കാണ്ട് നിൽക്കുന്ന രംഗമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം തന്നെ പെട്ടെന്ന് ചെറിയ കയറ് അവിടുന്ന് സംഘടിപ്പിച്ച് പെട്ടെന്ന് കയറ് കൊണ്ട് പെട്ടെന്ന് കിണറ്റിലിറങ്ങിയതിന് ശേഷം ആ സ്ത്രീയെ താങ്ങി പിടിച്ച് നിന്നതിന് ശേഷം ഫയർഫോഴ്സിൻ്റെ സൗണ്ട് കേട്ട് അവർ വരട്ടെ, എന്നിട്ട് അവർ നെറ്റിൽ നമുക്ക് കയറാമെന്ന് പറഞ്ഞ് ഉമ്മാനോട് സമാധാനപ്പെടുത്തിയിട്ട് ഞാൻ വണ്ടിയിൽ നിൽക്കുക ചെയ്തു. അതിൽ കിണറ്റിൽ താങ്ങി പിടിച്ച് നിൽക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും അവിടുന്ന് ഒരു സുഹൃത്ത് ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തിന് അവിടുന്ന് ഒരു പയ്യന് കിണറ്റിൽ പരിചയമുള്ള ഒരാളും കൂടെ ഇറങ്ങിയിട്ട് അവനും കൂടി ചെറിയൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫയർഫോഴ്സ് അവരും വന്ന് രക്ഷാപ്രവർത്തനം നടത്തി പെട്ടെന്ന് അവരെ ഉമ്മാനെ എന്നെ പെട്ടെന്ന് പുറത്തെത്തിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഉണ്ടായത്. എത്ര മണിക്കായിരുന്നു സംഭവം? 10-11 മണി സമയമാണ്. ഈ കിണറിൽ നിന്ന് കയറുമ്പോൾ എത്ര സമയമായി? ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം കിണറ്റിൽ നിന്നിട്ടുണ്ട് ആള്. അപ്പോഴേക്കും നമ്മൾ നിന്നൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തിന് ഫയർഫോഴ്സ് വന്ന് അവരെ ആയുധങ്ങൾ വന്നിട്ട് അതിൽ പിടിച്ച് കയറുക ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കിണറിലെത്തുമ്പോൾ അവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയായിരുന്നു? അവർ ടയർഡായിരുന്നു, പക്ഷേ അവർക്ക് കുഴപ്പമൊന്നുമില്ല, സേഫാണെന്ന് തോന്നിയപ്പോൾ ഞാൻ താങ്ങി പിടിച്ച് നിർത്തുക ചെയ്തിട്ടുള്ളത്. ബേജാറ് വേണ്ട, ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ബേജാറാവേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്നതായിരുന്നു. ഏകദേശം എത്ര ആഴവും വെള്ളമുണ്ട് കിണർ? ആഴം നല്ല ആഴമുണ്ട്. എങ്ങനെ ആയാലും ഒരു 4 ആളെ വെള്ളം ഉണ്ടാവും കിണറ്റിൻ്റെ ഉള്ളിൽ. 4 ആളോ 5 ആളോ വെള്ളം ഉണ്ടാവും കിണറ്റിൽ. ഒരു 10 അടി താഴ്ചയുണ്ട് കിണർ, 10 അടി താഴ്ചയുണ്ട്, നല്ല വെള്ളമുണ്ട്.